ക്ഷേമ പെൻഷൻ അതാണ് ഇപ്പോഴത്തെ വിവാദം. ഇപ്പോൾ ക്ഷേമ പെൻഷനെ കുറിച്ച് 2-3 ദിവസം മുമ്പ് UDFൻ്റെ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആധികാരികതയും അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങേര് തന്നെ ഒരു വീഡിയോ അതോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഒരു പബ്ലിക് സ്പേസിൽ നിന്നാണ് വിതരണം ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ മഴ അതുപോലെ ഇരുട്ടൊക്കെ ആയപ്പോൾ എല്ലാവർക്കും സൗകര്യമായ സ്ഥലത്ത് കൊണ്ടുപോയി വിതരണം ചെയ്താണെന്നാണ് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പോയത് അവിചാരിതമാണെന്നൊക്കെ പറയുന്നത്. എനിവേ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ക്യാപ്സൂളാണ്. അപ്പോൾ അതൊന്നും നമ്മളത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ശരിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ സ്റ്റേറ്റിന് കൊടുത്ത സർവീസിന് കൊടുക്കുന്നൊരു സ്കീമാണ്. അപ്പോൾ അതിൽ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും, വിധവകളായ ആൾക്കാരുണ്ടാവും, അതുപോലെ വൃദ്ധരായ ആൾക്കാരുണ്ടാവും, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും കൊടുക്കുന്നൊരു ക്ഷേമ പെൻഷൻ എന്നുള്ള ആ പെൻഷൻ സ്കീമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരല്ല, വൃദ്ധകരും വിധവകളുമായ ആൾക്കാർ. അപ്പോൾ അവർ ചിലപ്പോൾ സർക്കാർ ജോലിയൊന്നും ചെയ്യാത്ത ആൾക്കാരാക്കാം, പക്ഷെ അവരും നമ്മുടെ എക്കണോമിക്കൊക്കെ വേണ്ടി അവരുടെ ലൈഫ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ എന്നുള്ള എന്താണ്? ഔദാര്യമല്ല, അവകാശമാണ്. അത് കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ലീഗിൻ്റെയും അതുപോലെ UDFൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരും ഔദാര്യമല്ലാത്ത അവകാശമാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിലും പാർട്ടി കമ്മിറ്റിയിലും ഒക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും ഒക്കെ കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ അത് പാർട്ടി കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഔദാര്യമാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ അത്തരം പരിപാടികൾ ആരും ചെയ്യാതിരിക്കുക. അങ്ങനെ വല്ല പിഴവുകളും സംഭവിച്ചാൽ അത് ന്യായീകരിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് ഇതൊക്കെ വീടുകളിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നതാണ്. അതിപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ നടപ്പിലാക്കാൻ കാണിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ കൊടുന്ന് കൊടുക്കുന്ന ആളോട് എന്താ പറയുക, ഒരു 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 സംഭവം ഉണ്ടാവുമല്ലോ, ഒരു സ്നേഹം. അവൻ കാരണമാണ് നമുക്ക് തന്നത്. കാരണം ഒക്കെ 10, 80, 90 വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ക്യാഷ് കൊടുത്ത ആളുടെ പാർട്ടിയോടൊരു ബഹുമാനം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും ഇതൊക്കെ ഡയറക്റ്റായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് കൊടുക്കുന്ന എന്താ മോദിയുടെ 6000 രൂപ സ്കീമൊക്കെ അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇനി അവർ ATM പോയിട്ട് വരി നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് വീട്ടിൽ പോയി കൊണ്ടുപോയിക്കുന്ന സ്കീം വരുന്നത്. എനിവേ അതൊരു അത്ര നല്ല സ്കീമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതും 2 വ്യത്യാസമാണ്. സ്വതക്ക എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇയാൾക്ക് കൊടുക്കുന്നത് അയാളുടെ അവകാശമൊന്നുമല്ല, അയാളുടെ എന്താ ഡിസ്ക്രിപ്ഷനാണ്. അയാൾക്ക് സ്നേഹം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ ഒരു സ്കീമാണ്. അപ്പോൾ അതേപോലെയല്ല, ഇത് സക്കാത്താണ്. ഇത് നിർബന്ധമായിട്ട് അവർക്ക് കൊടുത്തിരിക്കേണ്ട സാധനമാണ്. അപ്പോൾ അതിൽ അവരുടെ അവകാശം അവർക്ക് ചോദിച്ചു വാങ്ങാം. അതിന് പകരം ഇവരെങ്ങനെ വരി നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആദ്യത്തെ മനോഭാവത്തോടു കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ വിതരണം ചെയ്യാനുള്ള സ്കീമൊക്കെ അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ആ സ്കീമേ ശരിയല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഒന്നുകിൽ അവരുടെ വീട്ടുകളിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇത് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥൻ കൊണ്ടുപോയി ഇതൊക്കെ വീടുകൾ വിതരണം ചെയ്യാനൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്കീമിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ തട്ടി മുറിഞ്ഞാണ്ടൊക്കെ മാത്രമല്ല ഈ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനും കൂടി ഇതിൽ കയറി വരും. അതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലൊക്കെ വെച്ചിട്ട് ഇത് വിതരണം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിനി ഒരിക്കലും ആവർത്തിക്കാനും പാടില്ല. അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് നടപടി വരെ എടുക്കണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം.